ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രിസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 2024 കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ക്ലാസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ 1ഉം 2ഉം പാർട്ടുകൾ, അതായത് ജനുവരി ഫെബ്രുവരി മാസത്തിലെ കറണ്ട് അഫേഴ്സിൻ്റെ 1ഉം 2ഉം ക്ലാസ്സുകൾ നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്ക് ലിങ്ക് പ്ലേലിസ്റ്റിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുന്നതായിരിക്കും കൂടുതൽ ഉചിതം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ എഴുതുക. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പറയാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരെയും നമ്മുടെ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2024 മാർച്ച് 30 ഏത് ചരിത്ര സംഭവത്തിന്റെ 100ാം വാർഷികമാണ് ആഘോഷിച്ചത്? അപ്പൊ 2024 മാർച്ച് 30 ഏത് ചരിത്ര സംഭവത്തിന്റെ 100ാം വാർഷികമാണ് ആഘോഷിച്ചത്? അതാണ് വൈക്കം സത്യാഗ്രഹം. അപ്പൊ വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ചോദിച്ചാൽ 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. അപ്പൊ ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികമാണ് 2024 മാർച്ച് 30 ആഘോഷിച്ചത്. കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച ജില്ലാ പഞ്ചായത്ത് വയനാട് ജില്ലാ പഞ്ചായത്താണ്. അപ്പൊ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച ജില്ലാ പഞ്ചായത്താണ് വയനാട് ജില്ലാ പഞ്ചായത്ത്. പട്ടികവർഗ മേഖലകളിൽ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കേരള കൃഷി വകുപ്പിന്റെ പദ്ധതിയാണ് കൂൺ ഗ്രാമ പദ്ധതി. അപ്പൊ പട്ടികവർഗ മേഖലകളിലാണ് എന്ത് ചെയ്യാൻ? കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കേരള കൃഷി വകുപ്പിന്റെ പദ്ധതിയാണ് കൂൺ ഗ്രാമ പദ്ധതി. പട്ടികവർഗ മേഖലകളിൽ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് ആരാ കൊണ്ടുവന്നത്? കേരള കൃഷി വകുപ്പ് കൊണ്ടുവന്ന പദ്ധതിയാണ് കൂൺ ഗ്രാമ പദ്ധതി എന്ന് പറയുന്നത്. കൂൺ ഗ്രാമ പദ്ധതിയിലൂടെ നിലവിൽ വന്ന ആദ്യ കൂൺ ഗ്രാമം ഏതെന്ന് ചോദിച്ചാൽ നന്ദിയോട് ആണ്. നന്ദിയോട് തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പൊ കൂൺ ഗ്രാമ പദ്ധതിയിലൂടെ നിലവിൽ വന്ന ആദ്യ കൂൺ ഗ്രാമമാണ് നന്ദിയോട്, തിരുവനന്തപുരം ജില്ലയിലാണ്. 2024 ടെക്നോളജി സഭ അവാർഡ് ലഭിച്ചത് കൈറ്റിനാണ്. അപ്പൊ 2024 ടെക്നോളജി സഭ അവാർഡ് ലഭിച്ചത് കൈറ്റിനാണ്. അപ്പൊ കൈറ്റിന്റെ ഫുൾ ഫോം ചോദിച്ചാൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നതാണ് കൈറ്റിന്റെ ഫുൾ ഫോം. അപ്പൊ കൈറ്റിനാണ് 2024 ടെക്നോളജി സഭ അവാർഡ് ലഭിച്ചത്. പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് നിയമവകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന ഹ്രസ്വ ചിത്രമാണ് മാറ്റൊലി. അപ്പൊ പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നിയമവകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന ഹ്രസ്വ ചിത്രമാണ് മാറ്റൊലിയാണ് പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് നിയമവകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന ഹ്രസ്വ ചിത്രം മാറ്റൊലി. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ 2023 മാർച്ച് മാസത്തില് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായി നിയമിതനായത് ഡോക്ടർ VP ജഗതി രാജാണ്. അപ്പോ ഡോക്ടർ VP ജഗതി രാജാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ.
2019 പൗരത്വ നിയമ ഭേദഗതി പ്രകാരമുള്ള നിയമങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പുറത്തിറക്കിയത് 2024 മാർച്ച് 11-നാണ്. അപ്പൊ 2019 പൗരത്വ നിയമ ഭേദഗതി നിലവിൽ വന്നത്. ഈ 2019 പൗരത്വ നിയമ ഭേദഗതി നിയമങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പുറത്തിറക്കിയത് ചോദിച്ചാൽ അത് 2024 മാർച്ച് 11-നാണ്. കേന്ദ്ര ഗവൺമെന്റ് ഈ നിയമങ്ങള് അതായത് പൗരത്വ നിയമ ഭേദഗതി പ്രകാരമുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ ചട്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പുറത്തിറക്കിയത് 2024 മാർച്ച് 11-നാണ്. ഏഷ്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം. ഏഷ്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം ആരംഭിച്ചത് കോഴിക്കോടാണ്. അപ്പൊ ഏഷ്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കോഴിക്കോടാണ്. കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലാണ് ഈ സഹകരണ മ്യൂസിയം ആരംഭിച്ചത്. അപ്പോ കോഴിക്കോട് സഹകരണ മ്യൂസിയം ആരംഭിച്ചത് ഏത് സർവീസ് സഹകരണ ബാങ്കാണ്? കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലാണ്. നിലവിലെ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ കൂലി നൽകുന്ന സംസ്ഥാനം. അപ്പോ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നമ്മുടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ കൂലി നൽകുന്ന സംസ്ഥാനം ഹരിയാനയാണ്. ഏറ്റവും കൂടുതൽ കൂലി എവിടെയാണ് നൽകുന്നത്? ഏത് സംസ്ഥാനമാണ്? ഹരിയാനയാണ് ഏറ്റവും കൂടുതൽ കൂലി നൽകുന്ന സംസ്ഥാനം. ഇനി കേരളത്തില് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം എത്ര രൂപയാണ് വേതനം നൽകുന്നത് എന്ന് ചോദിച്ചാൽ നിലവിൽ 346 രൂപയാണ്. അപ്പൊ കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതിക്ക് നൽകുന്ന വേതനം എത്ര രൂപയാണ്? 346. ഇന്ത്യയുടെ പ്രഥമ വിന്റർ ആർട്ടിക് പര്യവേഷണവുമായി സഹകരിച്ച കേരളത്തിലെ സർവകലാശാലയാണ് MG സർവകലാശാല. അപ്പൊ ഇന്ത്യയുടെ വിന്റർ ആർട്ടിക് പര്യവേഷണവുമായി സഹകരിച്ച കേരളത്തിലെ സർവകലാശാലയാണ് MG സർവകലാശാല. പ്രഥമ വിന്റർ ആർട്ടിക് പര്യവേഷണം അതുമായി സഹകരിച്ച നമ്മുടെ കേരളത്തിലെ സർവകലാശാല ഏതെന്ന് ചോദിച്ചാൽ ഏത് സർവകലാശാലയാണ്? MG സർവകലാശാലയാണ്. ആർട്ടിക് മേഖലയിലെ ഇന്ത്യയുടെ പര്യവേഷണ കേന്ദ്രമാണ് ഹിമാദ്രി. അപ്പൊ ആർട്ടിക് മേഖലയിലെ ഇന്ത്യയുടെ പര്യവേഷണ കേന്ദ്രം ഏതാണ്? അത് ഹിമാദ്രിയാണ്. ഹിമാദ്രിയാണ് ആർട്ടിക് മേഖലയിലെ ഇന്ത്യയുടെ പര്യവേഷണ കേന്ദ്രം. 2024 വനിതാ രത്നം പുരസ്കാരം ലഭിച്ചത് 4 പേർക്കാണ്. അപ്പൊ 2024 വനിതാ രത്നം പുരസ്കാരം 4 പേർക്കാണ് ലഭിച്ചത്. അതിൽ ഒന്നാമത്തെ ആളാണ് ട്രീസ ജോളി. ഈ ട്രീസ ജോളി എന്ന് പറയുന്നത് കായിക താരമാണ്. കായിക മികവിനാണ് അവർക്ക് വനിതാ രത്നം പുരസ്കാരം നൽകിയത്. ട്രീസ ജോളി. രണ്ടാമത്തെ ആളാണ് ജീലുമോൾ തോമസ്. അപ്പൊ നമ്മൾ ഈ അടുത്ത് വാർത്തയിലൊക്കെ നിറഞ്ഞു നിന്ന വ്യക്തിയാണ് ജീലുമോൾ എന്ന് പറയുന്നത്. 2 കൈയും ഇല്ലാത്തവർക്ക് ഉള്ള ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ ഏഷ്യയിലെ ആദ്യ വനിതയാണ് നമ്മുടെ ജീലുമോൾ തോമസ് എന്ന് പറയുന്നത്. അപ്പൊ 2 കൈയും ഇല്ലാതെ ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ ഏഷ്യയിലെ ആദ്യ വനിത ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? ജീലുമോൾ തോമസ് ആണ്. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച വനിത എന്ന വിഭാഗത്തിലാണ് 2024 വനിതാ പുരസ്കാരം ആർക്ക് ലഭിച്ചത്? വനിതാ രത്നം പുരസ്കാരം നമ്മുടെ ജീലുമോൾ തോമസിന് ലഭിച്ചത്. അടുത്ത മൂന്നാമത്തെ ആളാണ് ബിജി പെൺകൂട്ട്. ബിജി പെൺകൂട്ട് എന്ന് പറയുന്നത് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച വനിതയാണ് ബിജി പെൺകൂട്ട്. അടുത്ത് നാലാമത്തെ ആളാണ് അന്നപൂർണെ സുബ്രഹ്മണ്യം. അന്നപൂർണെ സുബ്രഹ്മണ്യം.
ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മികവിനാണ് അന്നപൂർണെ സുബ്രഹ്മണ്യത്തിന് വനിതാ രത്നം പുരസ്കാരം 2024 ലഭിച്ചത്. അപ്പോൾ 2024 വനിതാ രത്നം പുരസ്കാരം ലഭിച്ചത് 4 പേർക്കാണെന്ന് നമ്മൾ പറഞ്ഞു. ട്രീസ ജോളി, ജീലുമോൾ തോമസ്, വിജി പെൺകൂട്ട്, അന്നപൂർണെ സുബ്രഹ്മണ്യം. കേരളത്തിൽ ആഴക്കടലിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം പരാദജീവിയാണ് ബ്രുസ്താവോ ഇസ്രോ. അപ്പൊ ബ്രുസ്താവോ ഇസ്രോയാണ് നമ്മുടെ കേരളത്തിൽ ആഴക്കടലിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം പരാദജീവി. അപ്പോ അതിനെ ഇസ്രോ, നമ്മുടെ ISROയുടെ പേരാണ്, ISRO ആണ് പേര് നൽകിയത്. ബ്രുസ്താവോ ഇസ്രോ എന്നതാണ് ഈ പുതിയ തരം പരാദജീവിയുടെ പേര്. ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയുള്ള മലപ്പുറം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലുള്ള ജനകീയ പ്രചരണ പദ്ധതിയാണ് നെല്ലിക്ക. അപ്പോ നെല്ലിക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയുള്ള മലപ്പുറം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലുള്ള ജനകീയ പ്രചരണ പദ്ധതി, അതാണ് നെല്ലിക്ക. 2024 മാർച്ചിൽ വിഴിഞ്ഞം സീപോർട്ടിന്റെ CEO ആയി നിയമിതനായത് ആര്? അപ്പൊ 2024 മാർച്ചിൽ നമ്മുടെ വിഴിഞ്ഞം സീപോർട്ട്, ഈ അടുത്ത് തന്നെ വാർത്തയിൽ നിറഞ്ഞു നിന്ന സീപോർട്ടാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത്. അപ്പൊ ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ CEO ആയി നിയമിതനായത് ശ്രീകുമാർ കെ നായർ ആണ്. ശ്രീകുമാർ കെ നായർ ആണ് വിഴിഞ്ഞം സീപോർട്ടിന്റെ CEO. കേരളത്തിലെ ആദ്യ മാരിടൈം ക്ലസ്റ്റർ നിലവിൽ വരുന്നത് ചേർത്തല, ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ്. അപ്പൊ കേരളത്തിലെ ആദ്യ മാരിടൈം ക്ലസ്റ്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? ചേർത്തല, ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിലെ മെഗാ സീ ഫുഡ് പാർക്ക് നിലവിൽ വന്നതും എവിടെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, ചേർത്തലയിലാണ്. കേരളത്തിലെ ആദ്യ മെഗാ സീ ഫുഡ് പാർക്ക് നിലവിൽ വന്നത് ചേർത്തലയിലാണ്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഇന്ത്യ ഫ്യൂച്ചർ ലാബ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? അപ്പൊ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ ഇന്ത്യ ഫ്യൂച്ചർ ലാബ്, ഡിജിറ്റൽ ഇന്ത്യ ഫ്യൂച്ചർ ലാബ് ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരത്താണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ വയോജന സൗഹൃദ നഗരമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് കൊച്ചിയാണ്. അപ്പൊ ദക്ഷിണേന്ത്യയിലെ ആദ്യ വയോജന സൗഹൃദ നഗരം ഏതാണ്? അത് നമ്മുടെ കൊച്ചിയാണ്. ഇത് പ്രഖ്യാപിച്ച സംഘടന ഏതാണ്? നമ്മുടെ ലോകാരോഗ്യ സംഘടനയാണ് കൊച്ചിയെ എന്തായി പ്രഖ്യാപിച്ചത്? ദക്ഷിണേന്ത്യയിലെ ആദ്യ വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലെ ആദ്യ തദ്ദേശീയ ഹൈഡ്രജൻ സെൽ ഫെറി നിർമ്മിച്ച കപ്പൽ നിർമ്മാണശാലയാണ് നമ്മുടെ കൊച്ചി കപ്പൽ നിർമ്മാണശാല. അപ്പൊ കൊച്ചി കപ്പൽ നിർമ്മാണശാലയാണ് ഇന്ത്യയിലെ തന്നെ ആദ്യ തദ്ദേശീയ ഹൈഡ്രജൻ സെൽ ഫെറി നിർമ്മിച്ച കപ്പൽ നിർമ്മാണശാല. പോർട്ടുകളിൽ വെച്ച് നടന്ന ഫാന്റാസ്പോർട്ടോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരം നേടിയ മലയാളം നടനാണ് ടോവിനോ തോമസ്. നമ്മുടെ പോർച്ചുഗൽ ഉണ്ടല്ലോ, പോർച്ചുഗലിൽ വെച്ച് നടന്ന ഫാന്റാസ്പോർട്ടോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ. അപ്പൊ ആ ഫിലിം ഫെസ്റ്റിവലിന്റെ പേരാണ് ഫാന്റാസ്പോർട്ടോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ. ഈ ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരം നേടിയ മലയാള നടനാണ് ടോവിനോ തോമസ്. ടോവിനോ തോമസിനെ ഈ അവാർഡിന് അർഹനാക്കിയ ചിത്രം അദൃശ്യജാലങ്ങൾ എന്ന് പറയുന്ന ചിത്രമാണ്. ആ അദൃശ്യജാലങ്ങൾ എന്ന് പറയുന്ന ചിത്രം സംവിധാനം ചെയ്തത് ഡോക്ടർ ബിജു ആണ്. അപ്പൊ ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത അദൃശ്യജാലങ്ങൾ എന്ന ചിത്രത്തിനാണ് നമ്മുടെ ടൊവിനോ തോമസിന് പോർട്ടുഗലിൽ വെച്ച് നടന്ന ഫാന്റാസ്പോർട്ടോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത്.
സംസ്ഥാന സർക്കാർ നൽകുന്ന 2022 പി കെ കാളൻ പുരസ്കാരം നേടിയത് കെ കുമാരനാണ്. അപ്പോ നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകുന്ന പി കെ കാളൻ പുരസ്കാരം 2022 കാളൻ പുരസ്കാരം നേടിയത് കുമാരൻ. അപ്പൊ കുമാരൻ ഒരു കാളയുണ്ടായിരുന്നു, ഇങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ 2022 കാളൻ പുരസ്കാരം ലഭിച്ചത് ആരാണ്? ലഭിച്ചത് നമ്മുടെ കെ കുമാരനാണ്. കാള പി കെ കാളൻ, ആ കാളയില് അതിൽ കാളയുണ്ട്, ഇത് മൊത്തം ഒരു കെ മയമാണെന്ന് ആലോചിച്ചാൽ മതി. കെ കുമാരൻ, അപ്പൊ പി കെ കാളൻ, രണ്ടിലും കായുണ്ട്. 2024 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കാണ്. അപ്പൊ 2024 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? രാധാകൃഷ്ണൻ കാക്കശ്ശേരി. എന്നാൽ 2023 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അത് വി മധുസൂദനൻ നായർക്കാണ്. അപ്പൊ 2024 ജ്ഞാനപ്പാന പുരസ്കാരം രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്ക്, 2023 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? വി മധുസൂദനൻ നായർക്കാണ്. 2023 സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. അപ്പോ 2023 സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. അദ്ദേഹത്തിന്റെ കൃതിയാണ് രൗദ്ര സാത്വികം. അപ്പൊ 2023 സരസ്വതി സമ്മാനം ലഭിച്ച പ്രഭാവർമ്മയുടെ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? രൗദ്ര സാത്വികം. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് പോൾ സക്കറിയയാണ്. അപ്പൊ 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് പോൾ സക്കറിയ. 2024 17ാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത്, അപ്പൊ ഈ വർഷത്തെ 2024 17ാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സാറ ജോസഫിനാണ്. സാറ ജോസഫിനാണ് 17ാമത് മലയാറ്റൂർ പുരസ്കാരമാണ് ഈ വർഷം നൽകിയത്. 17ാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ച സാറ ജോസഫിന്റെ കൃതിയാണ് എസ്തർ. അപ്പൊ ഏത് കൃതിക്കാണ് അവാർഡ് ലഭിച്ചത്? സാറ ജോസഫിന്റെ എസ്തർ എന്ന് പറയുന്ന കൃതിക്കാണ് 17ാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത്. എല്ലാ സർക്കാർ രേഖകളിലും മാതാവിന്റെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അപ്പൊ മഹാരാഷ്ട്രയിലാണ് എന്ത്? എല്ലാ സർക്കാർ രേഖകളിലും മാതാവിന്റെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിലെ ആദ്യ ദേശീയ ഗംഗാ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം നിലവിൽ വന്നത് പാട്ന, ബീഹാറിലെ പാട്നയിലാണ്. എന്ത് നിലവിൽ വന്നത്? ഇന്ത്യയിലെ ആദ്യ ദേശീയ ഗംഗാ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം നിലവിൽ വന്നത് പാട്നയിലാണ്. പാട്ന ബീഹാറിലാണ്. പോസ്റ്റൽ വോട്ട് ചെയ്യാനുള്ള പ്രായം എത്ര വയസ്സായിട്ടാണ് സർക്കാർ ഉത്തരവിറക്കിയത്? അപ്പൊ പോസ്റ്റൽ വോട്ട് ചെയ്യാനുള്ള പ്രായം, വീട്ടിലിരുന്ന് പോസ്റ്റൽ വോട്ട് ചെയ്യാനുള്ള പ്രായം 85 വയസ്സായിട്ടാണ് നമ്മുടെ സർക്കാർ ഉത്തരവിറക്കിയത്. അപ്പൊ 85 വയസ്സും അതിനു മുകളിലും ഉള്ളവർക്ക് എന്ത് ചെയ്യാം? വീട്ടിലിരുന്ന് പോസ്റ്റൽ വോട്ട് ചെയ്യാം. നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എം രാജീവ് കുമാർ ആണ്. അപ്പൊ നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? എം രാജീവ് കുമാർ ആണ് നമ്മുടെ 2024 മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. അപ്പൊ നിലവിൽ ആരാണ്? എം രാജീവ് കുമാർ ആണ് നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. 2024 നിയമിതനായ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാനാണ് കിഷോർ മക്വാനയാണ്. അപ്പൊ 2024 മാർച്ചിൽ നിയമിതനായ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാനാണ് കിഷോർ മക്വാന. നിലവിലെ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആരാണ്? അപ്പൊ നമ്മുടെ നിലവിലെ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആണ് AS രാജീവ്. അപ്പൊ AS രാജീവ് ആണ് നമ്മുടെ നിലവിലെ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ AS രാജീവ്.
2024 മാർച്ച് 13 ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. അപ്പോ അതിനു മുന്നേ വരെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പേ തന്നെ ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വന്ന സംസ്ഥാനമാണ് ഗോവ. അത് 1947 മുമ്പെയാണ് ഗോവയിൽ എന്ത് വന്നത്? ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വന്നത്. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം അങ്ങനെ ചോദിച്ചാലും ഏതാണ്? സ്വാതന്ത്ര്യത്തിന് ശേഷം ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? നമ്മുടെ ഉത്തരാഖണ്ഡ്. അപ്പൊ സ്വാതന്ത്ര്യത്തിന് ശേഷം എന്താണ് ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വന്നത്? 2024 മാർച്ച് 13 ഡേറ്റ് ശ്രദ്ധിക്കുക. 2024 മാർച്ച് 13 നമ്മുടെ ഉത്തരാഖണ്ഡിലെ ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വരുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ തുലിപ്സ് പൂന്തോട്ടം, ഇന്ദിരാഗാന്ധി തുലിപ്സ് പൂന്തോട്ടം ശ്രീനഗറിലാണ്. അപ്പൊ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തുലിപ്സ് പൂന്തോട്ടമാണ് ഇന്ദിരാഗാന്ധി തുലിപ്സ് പൂന്തോട്ടം, ശ്രീനഗർ, ജമ്മു കാശ്മീരിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റ് നിലവിൽ വരുന്നത് ധോളേര, ഗുജറാത്ത്. അപ്പൊ ഗുജറാത്തിലെ ധോളേരയിലാണ് എന്ത് നിലവിൽ വരുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? ധോളേര, ഗുജറാത്തിലെ ധോളേര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഹരിയാന മുഖ്യമന്ത്രി നായക് സിംഗ് സൈനിയാണ്. അപ്പൊ ഹരിയാനയുടെ മുഖ്യമന്ത്രി ആരാണ്? നായക് സിംഗ് സൈനിയാണ് ഹരിയാനയുടെ മുഖ്യമന്ത്രി. അതുപോലെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. ഇവരൊക്കെ 2024 നിയമിതരായവരാണ്. അപ്പൊ ഹരിയാനയുടെ മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനിയാണ്. തെലങ്കാന മുഖ്യമന്ത്രി ആരാണ്? രേവന്ത് റെഡ്ഡി. രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ. രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ. ത്രിപുര മുഖ്യമന്ത്രി മാണിക് സാഹ. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ്. മണിപ്പൂർ മുഖ്യമന്ത്രി ബീരേന്ദർ സിംഗ്. മിസോറാം മുഖ്യമന്ത്രി ലാൽ ഡുഹോമ. അപ്പോ ഇത്രയും പേരാണ് 2024 നിയമിതരായ മുഖ്യമന്ത്രിമാർ. അപ്പൊ നമ്മൾ പറഞ്ഞു ഹരിയാനയ്ക്ക് ആരാണ്? ഹരിയാനയിൽ നായബ് സിംഗ് സൈനിയാണ് ഹരിയാന മുഖ്യമന്ത്രി. തെലങ്കാനയിൽ വരുമ്പോൾ രേവന്ത് റെഡ്ഡി. രാജസ്ഥാനിലാണെങ്കിൽ ഭജൻലാൽ ശർമ്മ. ത്രിപുരയിൽ വരുമ്പോൾ മാണിക് സാഹ. മധ്യപ്രദേശ് മോഹൻ യാദവ്. മണിപ്പൂർ മുഖ്യമന്ത്രി ആരാണ്? ബീരേന്ദർ സിംഗ്. അതുപോലെ മിസോറാം മുഖ്യമന്ത്രി ലാൽ ഡുഹോമ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ 2024 നിയമിതരായ മുഖ്യമന്ത്രിമാർ. ഇന്ത്യയിൽ ആദ്യമായി മുഖ്യമന്ത്രി പദവിയിലിരിക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ. അപ്പോ ഇന്ത്യയിൽ ആദ്യമായി മുഖ്യമന്ത്രി പദവിയിലിരിക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട മുഖ്യമന്ത്രിയാണ് നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ. 2024 മാർച്ചിൽ രാഷ്ട്രപതി രാജ്യസഭയിൽ നാമനിർദ്ദേശം ചെയ്ത വനിതയാണ് സുധാ മൂർത്തി. അപ്പൊ രാഷ്ട്രപതിക്ക് രാജ്യസഭയിൽ 12 പേരെ എന്ത് ചെയ്യാം? നാമനിർദ്ദേശം ചെയ്യാം. അപ്പോൾ അങ്ങനെ 2024 മാർച്ചിൽ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വനിതയാണ് സുധാമൂർത്തി. സുധാമൂർത്തിയാണ്. സൈബർ ടെലികോം പണത്തട്ടിപ്പുകൾ തടയാൻ കേന്ദ്ര IT മന്ത്രാലയം ആരംഭിച്ച പോർട്ടലാണ് ചക്ഷു പ്ലാറ്റ്ഫോം. അപ്പൊ എന്താണ് ചക്ഷു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ? സൈബർ ടെലികോം പണത്തട്ടിപ്പുകൾ തടയാൻ കേന്ദ്ര IT മന്ത്രാലയമാണ് എന്ത് ചെയ്തത്? പോർട്ടൽ ആരംഭിച്ചത്. ആ പോർട്ടലിന്റെ പേരാണ് ചക്ഷു പ്ലാറ്റ്ഫോം. INS ജഡായു നേവൽ ബേസ് കമ്മീഷൻ ചെയ്യപ്പെട്ടത് ലക്ഷദ്വീപിലെ മിനിക്കോയിലാണ്. അപ്പോ INS ജഡായു നേവൽ ബേസ്, INS ജഡായു നേവൽ ബേസ് കമ്മീഷൻ ചെയ്യപ്പെട്ടത് എവിടെയാണ്? മിനിക്കോയിലാണ്. മിനിക്കോയി ലക്ഷദ്വീപിലാണ്.
ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ കൊൽക്കത്തയിലാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ കൊൽക്കത്തയാണ്. ഹൂഗ്ലി നദിക്ക് കുറുകെയാണ് ഈ അണ്ടർ വാട്ടർ മെട്രോ പണി കഴിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ എന്ന് പറയുന്നത് ഏതാണ്? കൊൽക്കത്ത അണ്ടർ വാട്ടർ മെട്രോയാണ്. ഹൂഗ്ലി നദിക്ക് കുറുകെയാണ് ഇത് പണി കഴിപ്പിക്കുന്നത്. കൊച്ചിൻ വാട്ടർ മെട്രോയ്ക്ക് ധനസഹായം നൽകിയ രാജ്യം ജർമ്മനിയാണ്. അപ്പൊ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോയാണ് ഏത്? കൊച്ചി വാട്ടർ മെട്രോ എന്ന് പറയുന്നത്. ഈ കൊച്ചിൻ വാട്ടർ മെട്രോയ്ക്ക് ധനസഹായം നൽകിയത് ഏത് രാജ്യമാണ്? ജർമ്മനിയാണ്. ഇന്ത്യയിലെ ദ ഓർഡർ ഓഫ് ട്രക്ക് ഗ്യാലപ്പോ എന്ന പരമോന്നത ബഹുമതി നരേന്ദ്രമോദിക്ക് ലഭിച്ചത് ഏത് രാജ്യത്ത് നിന്നാണ്? അപ്പൊ ദ ഓർഡർ ഓഫ് ട്രക്ക് ഗ്യാലപ്പോ എന്നത് ഭൂട്ടാന്റെ പരമോന്നത ബഹുമതിയാണ്. അപ്പൊ ഭൂട്ടാൻ നൽകുന്ന പരമോന്നത ബഹുമതിയുടെ പേരാണ് ദി ഓർഡർ ഓഫ് ട്രക്ക് ഗ്യാലപ്പോ എന്നത്. ദി ഓർഡർ ഓഫ് ട്രക്ക് ഗ്യാലപ്പോ. നമ്മുടെ നരേന്ദ്രമോദിക്ക് ഇത് ലഭിക്കുകയുണ്ടായി. ഈ ബഹുമതി ലഭിച്ചു. അത് നൽകിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഏത് രാജ്യമാണ്? ഭൂട്ടാനാണ്. അപ്പൊ ഭൂട്ടാന്റെ പരമോന്നത ബഹുമതിയാണ് ദ ഓർഡർ ഓഫ് ട്രക്ക് ഗ്യാലപ്പോ. 2024 അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര യൂണിയൻ 2005 EX296 എന്ന ചിഹ്നഗ്രഹത്തിന് ആരുടെ പേരാണ് നൽകിയത്? ഇപ്പൊ 2024 അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര യൂണിയൻ 2005 EX296 എന്ന ചിഹ്നഗ്രഹത്തിന് ഒരു ശാസ്ത്രജ്ഞന്റെ പേര് നൽകി. ആ ശാസ്ത്രജ്ഞന്റെ പേരാണ് ജയന്ത് മൂർത്തി. ജയന്ത് മൂർത്തി എന്നതാണ് 2005 EX296 എന്ന ചിഹ്നഗ്രഹത്തിന് നൽകിയത്. ISROയുടെ പുനരുപയോഗിക്കാൻ കഴിയുന്ന വിക്ഷേപണ വാഹനമാണ് പുഷ്പക്. അപ്പോൾ നമ്മുടെ ISROയുടെ പുനരുപയോഗിക്കാൻ കഴിയുന്ന വിക്ഷേപണ വാഹനമാണ് പുഷ്പക്. അപ്പൊ ഈ പുഷ്പക് എന്ന് പറയുന്നത് എന്താണ്? വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന വിക്ഷേപണ വാഹനമാണ് പുഷ്പക്. പുതിയ തലമുറ മിസൈൽ ആയ അഗ്നി 5. അപ്പൊ നമ്മുടെ പുതിയ തലമുറ മിസൈലാണ് അഗ്നി 5 എന്ന് പറയുന്നത്. ഈ അഗ്നി 5ന്റെ പരീക്ഷണവുമായി ബന്ധപ്പെട്ട ദൗത്യമാണ് മിഷൻ ദിവ്യാസ്ത്ര. മിഷൻ ദിവ്യാസ്ത്ര എന്നതാണ് അഗ്നി 5ന്റെ പരീക്ഷണവുമായി ബന്ധപ്പെട്ട ദൗത്യം. അപ്പൊ പുതിയ തലമുറ മിസൈലായ അഗ്നി 5ന്റെ പരീക്ഷണവുമായി ബന്ധപ്പെട്ട ദൗത്യം ഏതാണ്? മിഷൻ ദിവ്യാസ്ത്ര. മിഷൻ ദിവ്യാസ്ത്ര ദൗത്യത്തിന് നേതൃത്വം നൽകിയ മലയാളി ശാസ്ത്രജ്ഞയാണ് ഷീന റാണി. അപ്പൊ നമ്മുടെ മിഷൻ ദിവ്യാസ്ത്ര ദൗത്യത്തിന് ഒരു മലയാളി ശാസ്ത്രജ്ഞയാണ് നേതൃത്വം നൽകിയത്. അവരുടെ പേരാണ് ഷീന റാണി. 2023-24 രഞ്ജി ട്രോഫി ജേതാക്കൾ മുംബൈയാണ്. അപ്പൊ 2023-24 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? അത് മുംബൈ ആണ്. മുംബൈക്കാണ് 2023-24 രഞ്ജി ട്രോഫി കിട്ടിയത്. ക്രിക്കറ്റിന് നൽകുന്ന ട്രോഫിയാണ് രഞ്ജി ട്രോഫി എന്ന് പറയുന്നത്. അത് മുംബൈക്കാണ് ഈ വർഷത്തെ രഞ്ജി ട്രോഫി കിട്ടിയത്. 2024 ഇന്ത്യയിൽ വെച്ച് നടന്ന 71ാമത് മിസ് വേൾഡ് മത്സരത്തിൽ കിരീടം നേടിയത് ക്രിസ്റ്റീന പിസ്കോവയാണ്. ചെക്ക് റിപ്പബ്ലിക്കൻ താരമാണ് ക്രിസ്റ്റീന പിസ്കോവ. ഈ ക്രിസ്റ്റീന പിസ്കോവയ്ക്കാണ് 2024 നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ടാണ് 71ാമത് മിസ് വേൾഡ് മത്സരം നടക്കുന്നത്. അപ്പോ ഈ മിസ് വേൾഡ് മത്സരത്തില് 1ാം സ്ഥാനം കിട്ടിയത് ക്രിസ്റ്റീന പിസ്കോവ, ചെക്ക് റിപ്പബ്ലിക്കൻ രാജ്യക്കാരിയാണ്. 2024 കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി ബഗു ആണ്. അസർബൈജാനിലാണ് ബഗു. അപ്പൊ 2024 കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? അത് ബഗുവിലാണ്, അസർബൈജാനിലാണ്. ഈ ബഗു എന്ന് പറയുന്നത് അസർബൈജാനിലാണ്. 2022 മാനവ വികസന സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 134 ആണ്.
അപ്പൊ 2022 മാനവ വികസന സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഇന്ത്യയുടെ സ്ഥാനം 134. ഒന്നാം സ്ഥാനം സ്വിറ്റ്സർലൻഡിനാണ്. അപ്പൊ 2022 മാനവ വികസന സൂചിക പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ചോദിച്ചാൽ അത് സ്വിറ്റ്സർലൻഡ്. നമ്മുടെ ഇന്ത്യക്ക് എത്ര സ്ഥാനമാണ്? 134 സ്ഥാനമാണുള്ളത്. 2024 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 126. അപ്പൊ 2024 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് ലോക സന്തോഷ സൂചിക പ്രകാരം നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 126. അതിൽ ഒന്നാം സ്ഥാനം ആർക്കാണ്? ഫിൻലാൻഡിനാണ്. ഒന്നാം സ്ഥാനം ഫിൻലാൻഡാണ്. 2024 96ാമത് ഓസ്കാർ പുരസ്കാരം ലഭിച്ച സിനിമയാണ് ഓപ്പൺഹൈമർ. 2024 96ാമത് ഓസ്കാർ പുരസ്കാരം ലഭിച്ച സിനിമ ഏതാണ്? ഓപ്പൺഹൈമർ ആണ്. മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ. അപ്പൊ 2024 ഓസ്കാർ പുരസ്കാരം ലഭിച്ച മികച്ച സംവിധായകൻ ചോദിച്ചാൽ അതാരാണ്? ക്രിസ്റ്റഫർ നോളൻ. സിനിമ ഓപ്പൺഹൈമർ ആണ്. അതുപോലെ മികച്ച നടൻ ചോദിച്ചാൽ കിലിയൻ മർഫി. സിനിമ ഓപ്പൺഹൈമർ ആണ്. അപ്പൊ 2024 ഓസ്കാർ പുരസ്കാരം ലഭിച്ച സിനിമ ഓപ്പൺഹൈമർ. മികച്ച സംവിധായകൻ ചോദിച്ചാൽ ക്രിസ്റ്റഫർ നോളൻ. ഓപ്പൺഹൈമർ സംവിധാനം ചെയ്തത് ക്രിസ്റ്റഫർ നോളൻ ആണ്. മികച്ച നടൻ ആരാണ്? കിലിയൻ മർഫി. ഈ ഓപ്പൺഹൈമറിൽ അഭിനയിച്ചിരിക്കുന്നത് കിലിയൻ മർഫിയാണ്. മികച്ച നടി 2024 നമ്മുടെ ഓസ്കാർ ലഭിച്ച മികച്ച നടി എമ്മ സ്റ്റോൺ ആണ്. എമ്മ സ്റ്റോൺ 2024 2024 ഓസ്കാർ അവാർഡ് ലഭിച്ച മികച്ച നടിയാണ് എമ്മ സ്റ്റോൺ. എമ്മ സ്റ്റോൺ അഭിനയിച്ച സിനിമയാണ് ഏത് സിനിമയാണ്? പുവർ തിങ്സ് എന്ന് പറയുന്ന സിനിമയ്ക്കാണ് നമ്മുടെ നമ്മുടെ പുവർ തിങ്സ് എന്ന് പറയുന്ന സിനിമയ്ക്കാണ് എന്ത് ലഭിച്ചത്? നമ്മുടെ എമ്മ സ്റ്റോണിന് അവാർഡ് ലഭിച്ചത്. അപ്പൊ 2024 ഓസ്കാർ അവാർഡ് നേടിയ മികച്ച നടി എമ്മ സ്റ്റോൺ. ചിത്രം പുവർ തിങ്സ്. മാർച്ച് 15 ലോക ഉപഭോക്തൃ ദിനമാണ്. അപ്പൊ മാർച്ച് 15 ഏതാണ്? ലോക ഉപഭോക്തൃ ദിനം മാർച്ച് 15 ആണ്. 2024 ലോക ഉപഭോക്തൃ ദിനത്തിന്റെ പ്രമേയം ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ AI ഫോർ കൺസ്യൂമേഴ്സ് എന്നതാണ്. ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് AI ഫോർ കൺസ്യൂമേഴ്സ്. ലോക ഉപഭോക്തൃ ദിനം 2024 ലോക ഉപഭോക്തൃ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ AI ഫോർ കൺസ്യൂമേഴ്സ് എന്നതാണ്. മാർച്ച് 21 ലോക വനദിനമാണ്. 2024 വനദിനത്തിന്റെ പ്രമേയം ഫോറസ്റ്റ് ആൻഡ് ഇന്നവേഷൻ, ന്യൂ സൊല്യൂഷൻസ് ഫോർ എ ബെറ്റർ വേൾഡ്. അപ്പൊ ഫോറസ്റ്റ് ആൻഡ് ഇന്നവേഷൻ, ന്യൂ സൊല്യൂഷൻസ് ഫോർ എ ബെറ്റർ വേൾഡ് എന്നതാണ് 2024 വനദിനത്തിന്റെ പ്രമേയം. മാർച്ച് 22 ലോക ജലദിനമാണ്. അപ്പോ ഈ ലോക ജലദിനത്തിന്റെ 2024 ലോക ജലദിനത്തിന്റെ പ്രമേയം എന്താണ്? വാട്ടർ ഫോർ പീസ് എന്നതാണ്. വാട്ടർ ഫോർ പീസ് എന്നതാണ്. മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനമാണ്. അപ്പോ മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനമാണ്. 2024 കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ. അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ എന്നതാണ് 2024 കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം. അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ. 2024 ലോക ഹെപ്പറ്റൈറ്റിസ് ഉച്ചകോടി നടന്നത് ലിസ്ബണിൽ വെച്ചിട്ടാണ്. പോർച്ചുഗലിലെ ലിസ്ബണിൽ വെച്ചിട്ടാണ് 2024 ലോക ഹെപ്പറ്റൈറ്റിസ് ഉച്ചകോടി നടന്നത്. അപ്പൊ 2024 ലോക ഹെപ്പറ്റൈറ്റിസ് ഉച്ചകോടി നടന്നത് എവിടെ വെച്ചിട്ടാണ്? ലിസ്ബൺ, പോർച്ചുഗലിലാണ്. പോർച്ചുഗലിന്റെ തലസ്ഥാനമായ ലിസ്ബണിൽ വെച്ചിട്ടാണ് 2024 ലോക ഹെപ്പറ്റൈറ്റിസ് ഉച്ചകോടി നടന്നത്. 2024
ഗർഭചിത്രം ഭരണഘടന അവകാശമാക്കിയ രാജ്യമാണ് ഫ്രാൻസ്. അപ്പൊ ഗർഭചിത്രം മൗലിക അവകാശമാക്കിയത് അല്ലെങ്കിൽ ഭരണഘടന അവകാശമാക്കിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഫ്രാൻസ് ആണ്. 2024 മാർച്ചിലാണ് ഗർഭചിത്രം എന്ത് ചെയ്തത്? ഗർഭചിത്രം മൗലിക അവകാശമാക്കിയ രാജ്യമാണ് ഫ്രാൻസ്. അപ്പോൾ നമ്മുടെ ഈ മാർച്ച് 20, 21, 22, 23, 24 ഈ ഇത്രയും ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. മാർച്ച് 20. അപ്പൊ ഏതാണ്? മാർച്ചിൽ 20, 21, 22, 23, 24. അപ്പോ ഈ മാർച്ച് 20 എന്ന് പറയുന്നത് ലോക സന്തോഷ ദിനമാണ്. മാർച്ച് 20. മാർച്ച് 21 എന്ന് പറയുമ്പോൾ ലോക വനദിനം, 22 നമ്മുടെ ജലദിനം, 23 കാലാവസ്ഥാ ദിനം, 24 ലോക ക്ഷയദിനമാണ്. അപ്പോ നമുക്കിങ്ങനെ പറയാം, സന്തോഷവതിയായ വനജയുടെ കാലിൽ ക്ഷയം. അപ്പോ ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളുടെ എല്ലാം PDF ലഭിക്കുന്നതാണ്. അപ്പോൾ PDF ആവശ്യമുള്ളവർ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.